മക്കളെ 100% ചോദ്യം വരുന്നൊരു ഭാഗമാണ് മനുഷ്യ പരിണാമ പാതയിലെ അംഗങ്ങൾ, മെമ്പേഴ്സിന് ഹ്യൂമൻ എവല്യൂഷണറി പാത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം കൃത്യമായിട്ട് 6 ആൾക്കാരെ പഠിക്കാനുണ്ട്. ഈ 6 ആൾക്കാരുടെയും പേരാണ് ആദ്യം പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്താണ് അവരുടെ ക്രാനിയൽ കപ്പാസിറ്റി എത്ര, മസ്തിഷ്ക വികാസം എത്രയാണ്, അതുപോലത്തെ അവരുടെയൊക്കെ ഫോസിൽ എവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്, അതുപോലെ അവർക്ക് എന്ത് പ്രത്യേകതകളുണ്ടോ അതുകൂടി തന്നെ മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യടാ, പേര് പഠിക്കാൻ വേണ്ടി പോവാണടാ. പേര് പഠിക്കുമ്പോൾ സഹലാന്ത്രോപ്പസ് സ്റ്റാറൻസിസ് മുതൽ ഹോമോ സാപ്പിയൻസ് വരെ ഇത്തരം ആളുകളുണ്ട്. ഈ ആളുകളുടെ ഒക്കെടാ ആദ്യത്തെ അക്ഷരം നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തായോട്ട് ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് താഴെ നിന്ന് മേലോട്ട് നമ്പർ ഇട്ട് പോകുമ്പോൾ ഇങ്ങനെ ലഭിക്കും. അതുപോലെ തന്നെ മക്കളെ അവരുടെയൊക്കെ മസ്തിഷ്ക വലുപ്പം നമ്മൾ താളത്തിൽ കാണാതെ പഠിക്കുക. സർ കാണാതെ പഠിക്കല്ലാതെ ഒന്നും ചെയ്യാല്ല കേട്ടോ, ദുആ ചെയ്യുക, പിന്നാണ്ട് കാണാതെ പഠിക്കുക കേട്ടോ. പഠിച്ച ശേഷം ഓർഡർ മാറി പോയിരിക്കാൻ നമുക്ക് ട്രിക്ക് ഉണ്ട്, പറഞ്ഞു തരാം. പക്ഷേ പേര് സഹലാന്ത്രോപ്പസ് സ്റ്റാർഡൻസിസ് മുതൽ ഹോമോ സാപ്പിയൻസ് വരെ കാണാതെ പഠിക്കാൻ തന്നെ വേണം കേട്ടോ. റെഡി. അതുപോലെ അവിടെ മസ്തിഷ്ക വലുപ്പം മക്കളെ 350, 450, 600, 900, 1450, 1350 കൂടി വരുന്ന ഓർഡറിലാണ്. ഇവിടെ 1450ഉം 1350ഉം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതെന്തായാലും മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ നമ്മളിതാ താഴേക്ക് എഴുതിയിട്ട് മേലോട്ട് നമ്പർ ഇട്ട് എഴുതുമ്പോൾ ഇതുപോലെ ലഭിക്കും. സ്നേഹ എസ് എന്ന് പറഞ്ഞതിൻ്റെ പഴയ ഏതോ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന നമ്പറും അതിന് താഴെ തന്നെ അവിടെ മസ്തിഷ്ക വലുപ്പം എഴുതി വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇവിടെ നിന്നൊരു ചോദ്യം വരുമ്പോൾ പിന്നെ മക്കൾ എന്ത് ചെയ്യുക, പരീക്ഷ പേപ്പറിന് സൈഡിൽ ഇതുപോലെ എഴുതി വെക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് എറക്ടസിൻ്റെ ഹോമോ ഇറക്ടസിൻ്റെ നമ്മുടെ മസ്തിഷ്ക വലുപ്പം ചോദിച്ചാൽ ഹോമോ ഇറക്ടസ് ഈടെ താഴെ 900 അല്ലേ 900 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. പിന്നെ ചോദിക്കാടാ ഫോസിൽ എവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. ഏതാളും നിയാണ്ടർതാലൻസിസ് ഒഴികെയുള്ള ഏതാൾ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, ആഫ്രിക്ക എന്ന് എഴുതാൻ പറ്റും. നിയാണ്ടർതാലൻസിന് മാത്രമേ മാറ്റുള്ളൂ. അത് ആരാടാ, അത് ജർമ്മനിയാണ് അല്ലേ. അതും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പ്രത്യേകതകളാണ് മക്കളെ. ഇമ്പോർട്ടൻ്റ് പഠിക്കാൻ പ്രത്യേകം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 26 വരെ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന ആളുകൾ കടാ 2999 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി എല്ലാവരും ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. ഒരു അക്കാഡമിക് കംബാക്ക് നടത്താനും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സുവർണാവസരമാണ്. ആരും മിസ് ഔട്ട് ചെയ്യരുത്. ഓൾ ദി ബെസ്റ്റ്.